किमपि तत्त्वमहं न जाने. സമാരാധ്യരായ ഭാഗവത ആചാര്യന്മാരും ഗുരുശ്രേഷ്ഠന്മാരും സജ്ജനങ്ങളും ഭാഗവത ജിജ്ഞാസുക്കളുമൊക്കെ നിറഞ്ഞ നൈമിഷാരണ്യത്തിൻ്റെ ഭാഗവത പരമഭാഗവത തത്വ സമീക്ഷാ സത്രത്തിൻ്റെ ധന്യമായ ഈ രണ്ടാമത്തെ ദിവസം ശ്രീമദ് ഭാഗവത മനനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ മഹാസത്രം ശ്രവിക്കുന്ന എല്ലാ ജിജ്ഞാസുക്കൾക്കും ഗുരുജനങ്ങൾക്കും വിനീത പ്രണാമങ്ങൾ. ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രൗഢമായ ഒരു മനനാനുഭവത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകേണ്ടത്. നമുക്കെല്ലാവർക്കും പരിചിതമായതുപോലെ ശ്രീമദ് ഭാഗവതം പല തലങ്ങളിൽ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. വ്യക്തിതലത്തിൽ ഭാഗവതം ഒരാളിലേക്ക് ശ്രീമദ് ഭാഗവതം സംഭവിച്ചാൽ, അഥവാ ഒരാൾ ഭാഗവതൻ ഉപനീതനായാൽ, അല്ലെ, ഭാഗവത ഉപനയനം എന്ന് പറയുന്നത് വളരെ സവിശേഷമായ ഒന്നാണ്. നമ്മിലേക്ക് ശ്രീമദ് ഭാഗവതം വന്നു ചേരുക, നമ്മിൽ ഭഗവാൻ വന്നു ചേരുക. ശ്രീമദ് ഭാഗവതം ഭഗവാൻ തന്നെയാണല്ലോ. അതുകൊണ്ട് ഭാഗവത ഉപനയനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മോട് കൂടെ ഉണ്ടാകുന്ന അനുഭവത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാനാവുക. അങ്ങനെ ഒരു ഭാഗവത ഉപനയനം ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായത്, നാം ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, നാം പലതരത്തിലുള്ള ഇടപെടലുകൾ സമൂഹത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാത്തിനും നമുക്ക് ശരണമായി, നമുക്കൊരു സന്ദേഹം വന്നാൽ, നമുക്കൊരാശങ്ക വന്നാൽ, നമുക്കൊരു പ്രശ്നം വന്നാൽ, നമുക്കൊരു സന്തോഷം വന്നാൽ, നമുക്കൊരു ദുഃഖം വന്നാൽ, നമുക്ക് ആശ്രയിക്കാവുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ഭഗവാനും ഭാഗവതവുമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന കാലം മുതൽ, അഥവാ അത്തരമൊരു ജിജ്ഞാസ നമ്മിൽ രൂപപ്പെടുന്ന കാലം മുതൽ നമ്മുടെ ഭാഗവത ഉപനയനം ആരംഭിക്കുന്നു എന്ന് പറയാം. അത്തരത്തിൽ ഭാഗവത ഉപനയനം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു പക്ഷെ ഒരിക്കലും ബാഹ്യമായ ഒരു ഉപനയനമായിക്കൊള്ളണമെന്നില്ല. മറ്റെല്ലാ വൈദിക അനുഷ്ഠാനങ്ങൾക്കും ഉപനയനം ബാഹ്യമാണ്. പക്ഷേ ഭഗവാനിലേക്കുള്ള ഉപനയനം ആന്തരികമാണ്. അത്തരത്തിലൊരു ആന്തരിക സംസ്കാരം നമ്മിലുണ്ടായാൽ അതുമുതൽ നമ്മിൽ സംഭവിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. അത് തികച്ചും വൈയക്തികമായ ഒരു വ്യക്തിക്ക് തൻ്റെ ഭാഗവത സാധനയുടെ ഭാഗമായി അയാൾ സ്വയം തിരിച്ചറിയുന്ന ചില മാറ്റങ്ങളാണ്. അയാളിലെ കർമ്മകുശലത വർദ്ധിക്കുമ്പോൾ, അയാളിലെ സത്യസന്ധത വർദ്ധിക്കുമ്പോൾ, അയാൾക്ക് ലോകത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന, അയാൾക്ക് ലോകത്തോടുള്ള മനോഭാവത്തിൽ കാതലായ മാറ്റമുണ്ടാകുമ്പോൾ, അയാൾക്ക് സുഖവും ദുഃഖവും ഒരു സമമായ മനസ്സോടെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ, ഇനി ഒന്നും നോക്കണ്ട, മറ്റൊരിക്കലുമില്ലാത്ത സ്വസ്ഥത നമുക്ക് ജീവിതത്തിൽ കൈവരുന്നുവെങ്കിൽ നാം ഭാഗവത ഉപനയനത്തിൽ പുരോഗമിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെയാണ് എന്നിൽ ഭക്തി വളരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു. എനിക്ക് ഭക്തിയുണ്ട് എന്ന്, ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്, ഞാൻ സപ്താഹങ്ങൾക്ക് പോവാറുണ്ട്, ഞാൻ നാരായണീയ ക്ലാസ്സിൽ പോവാറുണ്ട്, ഇതൊക്കെ ഭക്തി വരാൻ വേണ്ടിയിട്ടാണല്ലോ. എനിക്ക് ഭക്തി ഉണ്ടായി എന്ന് ഞാൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നൊരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു. അപ്പൊ ഗുരു മറുപടി പറഞ്ഞു, നിനക്ക് ഒരു കുഞ്ഞുറുമ്പിനോട് പോലും നിന്നെ
നീ നോക്കിക്കാണുന്ന ജീവജാലങ്ങളോടൊക്കെ നിനക്ക് മറ്റൊരിക്കലും തോന്നാത്ത വിധത്തിൽ നിന്റേതെന്ന ഒരു ഭാവം തോന്നുന്നുണ്ടോ? ഇത് എൻ്റെ തന്നെയാണ് എന്നൊരു ഭാവം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഭക്തി ഉറച്ചു എന്ന് കണക്കാക്കാം. ഭാഗവതോത്തമനായിരുന്ന ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് ഒരിക്കൽ വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞു. അക്ഷരമാല പുസ്തകത്തിൽ നിങ്ങൾ ആ, അമ്മ, ഈ, ഈച്ച, ഊ, ഉരൽ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അക്ഷരമാല പുസ്തകത്തിൽ പഠിച്ച അക്ഷരം കുട്ടിക്ക് ഉറച്ചു എന്ന് എങ്ങനെയാ മനസ്സിലാവുക? ആ അക്ഷരത്തെ, ഇവിടുത്തെ മുമ്പിലിരിക്കുന്ന ടീച്ചർമാരുണ്ടെങ്കിൽ പറയും, ആ അക്ഷരം ഒരു വാക്കിന്റെ ഭാഗമാകുമ്പോൾ കുട്ടി ആ വാക്കിൽ നിന്നും തിരിച്ചറിയും, ആ ഇത് ആ അക്ഷരമാണ്. കുട്ടിയെ കൂട്ടി വായിക്കും, ഇത് അക്ഷരമാണ് എന്ന് കൂട്ടി വായിക്കും. അപ്പൊ അക്ഷരമാല പുസ്തകത്തിലെ അക്ഷരത്തെ കുട്ടി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അക്ഷരമുറച്ചു എന്ന് മനസ്സിലാകും. അതുപോലെ ക്ഷേത്രത്തിൽ നാം കണ്ട ഭഗവാനെ, ശ്രീകോവിലിൽ നാം അനുഭവിച്ച ഭഗവാനെ, ഭാഗവതത്തിൽ നാം കേട്ട ഭഗവാനെ, ഞാൻ ഈ ഭാഗവതമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഭിക്ഷ യാചിക്കുന്ന, ശരീരത്തിൽ ശരീരം മുഴുവനും വ്രണങ്ങളുള്ള ഒരു കുഷ്ഠരോഗിയിൽ, നാട്ടുകാർ കല്ലെടുത്തറിയുന്ന ഒരു നായക്കുട്ടിയിൽ എനിക്ക് ഞാൻ ഭാഗവതത്തിൽ പരിചയപ്പെട്ട ഭഗവാനെ എനിക്ക് കാണാൻ സാധിച്ചാൽ ഉറപ്പിച്ചോളൂ, ഭക്തിയും ഉറച്ചു. ഇത് ഒട്ടൂരിൻ്റെ മനോഹരമായ ഒരു സങ്കേതമാണ്. ഇതുപോലെ അനേക വർഷങ്ങൾ ഭാഗവതത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ഭാഗവത ഉപനയനം സാർത്ഥകമായോ എന്ന് ഒരു ഭക്തന് പരീക്ഷിക്കാനുള്ള ഒരു അവസരമാണ്. ഭാഗവതം നമ്മുടെ ചിന്താഗതികളെ സ്വാധീനിക്കുന്നുണ്ടോ? ഭാഗവതം നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കുന്നുണ്ടോ? ഭാഗവതം നമ്മുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നുണ്ടോ? ഭാഗവതം നമ്മുടെ വ്യക്തിബോധത്തെയും, ഭാഗവതം നമ്മുടെ പൗരബോധത്തെയും, ഭാഗവതം നമ്മുടെ രാഷ്ട്രബോധത്തെയും സ്വാധീനിക്കുന്നുണ്ടോ? അതിനുള്ള ഒരു ഉത്തമമായ ഉദാഹരണമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന പൃഥു മഹാരാജാവിൻ്റെ ചരിതം. വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് ഭാഗവതം സ്വാധീനിക്കുന്നത്? കുടുംബജീവിതത്തെ എങ്ങനെയാണ് ഭാഗവതം സ്വാധീനിക്കുന്നത്? രാഷ്ട്രജീവിതത്തെ എങ്ങനെയാണ് ഭാഗവതം സ്വാധീനിക്കുന്നത്? ഒരു ഭരണാധിപന്റെ ജീവിതത്തെ എങ്ങനെയാണ് ഭാഗവതം കരുപ്പിടിപ്പിക്കുന്നത്? അതിന് വളരെ വ്യക്തമായ ഒരു ഉദാഹരണത്തോടു കൂടിയിട്ട് ഭാഗവതം നമുക്ക് പറഞ്ഞു തരികയാണ്. പൃഥുചരിതം പോലെയുള്ള ചരിതങ്ങൾ ഭാഗവതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അനേകം മഹാരാജാക്കന്മാരുടെ ചരിത്രങ്ങൾ ഭാഗവതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അയാളെ മതിപ്പിക്കുവാനുള്ള അവസരം കിട്ടുന്ന ഒരിടം അധികാരമാണ്. അധികാരം കയ്യിലുള്ളപ്പോൾ വ്യക്തി തന്നെ സ്വയം മറക്കുകയും തനിക്ക് നിർവഹിക്കേണ്ടതായ കർമ്മങ്ങളെ മറക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം അധികാരത്തിലുണ്ടാകും. അതുകൊണ്ട് ഭാരതത്തിൻ്റെ അധികാരം കൈയാളിയിരുന്ന രാഷ്ട്രജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന രാജചരിതങ്ങൾ ഭാഗവതം നമുക്ക് ധാരാളം പറഞ്ഞു തരുന്നു. ഇത്തരം രാജചരിതങ്ങളിലൂടെ എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ധാർമ്മിക രാഷ്ട്രക്രമം ചിട്ടപ്പെടുത്തിയത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ഈ നാടിനൊരു പ്രത്യേകതയുണ്ട്. ഈ നാട് വലിയ സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു നാടാണ്. അനേക ഋഷീശ്വരന്മാർ, അനേക മഹാത്മാക്കൾ തങ്ങളുടെ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു നാടാണ് ഈ ഭാരതം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രജീവിതം അത് വളരെ ഗൗരവമായി രൂപപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. ശ്രീമദ് ഭാഗവതം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രജീവിതത്തിൻ്റെ ദർശനം എന്താണ് എന്നാണ്
പൃഥുചരിതത്തിലൂടെ നമുക്ക് ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് പാഠപുസ്തകമാക്കാം ഭാഗവതത്തെ, വ്യക്തിക്ക് ദുഃഖം വരുമ്പോൾ ആശ്രയിക്കാം ഭാഗവതത്തെ. അതേ തലത്തിൽ ഭാരതത്തിൻ്റെ രാഷ്ട്ര ജീവിതത്തിനും മാതൃകയാക്കാവുന്ന മാതൃകാ പുസ്തകമായി ശ്രീമദ് ഭാഗവതം നിലനിൽക്കുന്നു. ലോകമാന്യ ബാലഗംഗാധര തിലകൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം രചിക്കുന്ന സമയത്ത് അദ്ദേഹം അതിൽ ആമുഖമായി പറഞ്ഞിട്ടുള്ളത് ഭാഗവത ധർമ്മമാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രധർമ്മം എന്നാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരം അതിൻ്റെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് ബാലഗംഗാധര തിലകൻ ജയിൽവാസം അനുഷ്ഠിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ജയിലിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് പ്രൗഢമായ കർമ്മയോഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അതിപ്രൗഢമായ ഭഗവത്ഗീതാ വ്യാഖ്യാനം ലോകമാന്യ ബാലഗംഗാധര തിലകൻ രചിക്കുകയും ചെയ്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീമദ് ഭാഗവത ധർമ്മമാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രധർമ്മം എന്ന ആശയം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഭാരതത്തിനൊരു രാഷ്ട്ര മനസ്സുണ്ട്. മറ്റെല്ലാ ഭൂവിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലോകത്തിൻ്റെ മറ്റെല്ലായിടത്തും രാജ്യങ്ങളുണ്ട്, മറ്റെല്ലായിടത്തും ഭരണ സംവിധാനങ്ങളുമുണ്ട്. പക്ഷെ മറ്റെല്ലായിടത്തു നിന്നും വ്യത്യസ്തമായി ഭാരതം എന്ന ദേശത്തിന് അതിൻ്റെ നിർമ്മാതാക്കളായ, ഞാൻ ഒരു രാജ്യത്തെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി സൂചിപ്പിക്കുന്നത് ആ രാഷ്ട്രബോധത്തെ നിർമ്മിച്ചെടുത്ത, ആ രാഷ്ട്ര മനസ്സിനെ നിർമ്മിച്ചെടുത്ത, ആ രാഷ്ട്ര മനസാക്ഷിയെ നിർമ്മിച്ചെടുത്ത ഋഷിമാർ. അതുകൊണ്ടാണ് നമ്മളിത് ഋഷിനാടാണ് എന്ന് പറയുന്നത്. ഈ രാഷ്ട്ര മനസ്സിനെ നിർമ്മിച്ചത് കേവലം ഭൗതികരായവരല്ല, കേവലം രാഷ്ട്ര ചിന്തകർ മാത്രമുള്ളവരുമല്ല ഈ രാഷ്ട്രത്തെ നിർമ്മിച്ചത്. ഈ രാഷ്ട്രത്തെ നിർമ്മിച്ചത് ഋഷിപ്രജ്ഞയിൽ നിന്നും രൂപപ്പെട്ട ഒരു രാജ്യമാണ് ഇത് എന്നതുകൊണ്ട് ഈ നാടിനെ നിർമ്മിച്ചെടുത്ത, ഈ നാടിൻ്റെ ബോധത്തെ നിർമ്മിച്ചെടുത്ത, ഈ രാഷ്ട്ര മനസ്സിനെ നിർമ്മിച്ചെടുത്ത, ഈ രാഷ്ട്രബോധമെന്ന ചിതിയെ രൂപപ്പെടുത്തിയെടുത്ത ആചാര്യന്മാർക്ക് ഈ രാഷ്ട്രത്തിൻ്റെ നെടും തൂണായി, ഭാരതമെന്ന രാഷ്ട്രത്തിൻ്റെ നട്ടെല്ലായി ഭാരതത്തിൻ്റെ ആചാര്യന്മാർ സങ്കൽപ്പിച്ചത് ധർമ്മത്തെയായിരുന്നു. ഈ ധർമ്മത്തെ വ്യാഖ്യാനിക്കുകയാണ് വാസ്തവത്തിൽ ഭാഗവതത്തിൻ്റെ രീതിയിൽ ഭാരതത്തിൻ്റെ ധർമ്മദർശനത്തെ വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഭക്തി കൊണ്ട് ആനന്ദിക്കും, നമ്മൾ ഭഗവത് കഥകൾ കേട്ട് പുളകിതരാകും, നമ്മൾ ഭഗവാന്റെ മഹിമകൾ ഓർത്ത് കണ്ണു നിറയ്ക്കും. നാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹങ്ങളിൽ നിറഞ്ഞു കവിയും. പക്ഷെ അതിനപ്പുറത്ത് ഈ രാഷ്ട്രമെന്ന, ഞാനും നിങ്ങളുമൊക്കെ അഭിമാനത്തോടെ പുലരുന്ന നമ്മുടെ മാതൃരാജ്യം, ഈ രാഷ്ട്രമെന്ന സങ്കല്പത്തെ ശ്രീമദ് ഭാഗവതം എത്രമാത്രം ആശയപരമായാണ് സ്വാധീനിച്ചത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴേ നമുക്ക് ശ്രീമദ് ഭാഗവതം നൽകുന്ന സമഗ്രമായൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രബോധത്തെ നിർമ്മിച്ചെടുത്ത ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നു, ഭാരതത്തിൻ്റെ രാഷ്ട്രസങ്കല്പം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ധർമ്മമെന്ന അച്ചുതണ്ടിന്മേലാണ്. ഈ അച്ചുതണ്ടിന്മേലാണ് ഭാരതം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ കേന്ദ്രീകരിച്ചാണ് ഭാരതീയന്റെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സമൂഹ ജീവിതവും രാഷ്ട്രജീവിതവും രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു തന്നു. വളരെ പ്രസിദ്ധമായ, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ആനി ബെസന്റിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഉക്തിയുണ്ട്. അവരുടെ ധർമ്മപ്രഭാഷണ പരമ്പരകൾ എന്ന പ്രസിദ്ധമായ പ്രഭാഷണ പരമ്പരയുണ്ട്. അവര് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ നടത്തിയ പ്രഭാഷണ പരമ്പരകൾ. ഈ പരമ്പരയിൽ അവർ പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു ആശയം, ലോകത്തിൻ്റെ പല രാഷ്ട്രങ്ങളോട്, അത് യൂറോപ്പ് ഉണ്ടായിരുന്നു, ഗ്രീസ് ഉണ്ടായിരുന്നു, അമേരിക്ക ഉണ്ടായിരുന്നു,
ആഫ്രിക്ക ഉണ്ടായിരുന്നു, ഭാരതമുണ്ടായിരുന്നു. ഇതൊരു സാങ്കല്പിക കഥയാണ്. ലോകത്തിൻ്റെ പല രാഷ്ട്രങ്ങളോട് അവരുടെ ദേശബോധത്തെ ഒരൊറ്റ വാക്കിൽ സമന്വയിപ്പിക്കാൻ ഒരു ലോക സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്രേ. ഒറ്റ വാക്കേ പാടുള്ളൂ. പക്ഷെ അവരുടെ സംസ്കാരം രൂപപ്പെടുത്തിയ കാലങ്ങളിലൊക്കെയുള്ള ആശയങ്ങളെ ഒരു വാക്കിൽ സമന്വയിക്കണം. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വേദോപനിഷത്തുകളിലൂടെ ഒക്കെ സ്വരൂപിച്ചെടുത്ത ആശയത്തെ ഒറ്റ വാക്കിൽ സമന്വയിക്കുന്നത്? വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ലോകരാഷ്ട്രങ്ങളൊക്കെ അതിന് മറുപടി പറഞ്ഞു. ഗ്രീസ് അതിന് ബ്യൂട്ടി എന്ന് മറുപടി പറഞ്ഞു. യൂറോപ്പ് അതിന് പവർ എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ ഭാരതത്തിൻ്റെ ഊഴമെത്തി. ഭാരതത്തിലെ ആചാര്യന്മാർ ഭാരതത്തെ സംഗ്രഹിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ അവതരിപ്പിച്ചത് ധർമ്മം എന്നായിരുന്നത്രേ. ധർമ്മ, ദാറ്റ് ഈസ് ഇന്ത്യാസ് വേർഡ് ടു ദ വേൾഡ്. ലോകത്തോട് ഭാരതത്തിന് പറയാനുണ്ടായിരുന്ന ഒരൊറ്റ ആശയം. കാരണം അതിൽ ഭാരതത്തിൻ്റെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ദർശനങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, അർത്ഥശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഒക്കെ ധർമ്മജിജ്ഞാസയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ ഭാരതം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ധർമ്മം എന്ന ഉദാത്തമായ ആശയത്തെ ശ്രീമദ് ഭാഗവതം ഏറ്റവും മനോഹരമായി ആ കാലത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, എല്ലാ കാലത്തിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് ഏറ്റവും മനോഹരമായി സമന്വയിച്ചു. ഭഗവാനിലുള്ള ഭക്തിയോടുകൂടിയിട്ട് ഒരു വ്യക്തി അവനവൻ്റെ സ്വാർത്ഥത വെടിഞ്ഞ് പ്രവർത്തിക്കുന്നതെന്തും ഭാഗവത ധർമ്മമാണ്. അധോക്ഷജനിലുള്ള ഭക്തി ഉണ്ടാകാതെ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രവൃത്തി ചെയ്തോ, നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥനായിരിക്കും, നിങ്ങൾ പവറുള്ള ആളായിരിക്കും, നിങ്ങൾ സമൂഹത്തിൽ മാന്യനായിട്ട് ജീവിക്കുന്ന ആളായിരിക്കും, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തലത്തിൽ ജീവിക്കുന്നവരായിക്കൊള്ളട്ടെ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും അത് ഭഗവാനിലുള്ള ഭക്തി ഉണ്ടാക്കുന്നില്ലെങ്കിൽ ശ്രമയേവഹി കേവലം, അത് വെറും ശ്രമമായി പോകുന്നല്ലോ എന്ന് ഭാഗവതം നമ്മളോട് പറഞ്ഞു. അപ്പോ ഭാഗവതം നമുക്ക് തരുന്ന ഭാരതത്തിൻ്റെ സനാതനമായ ധർമ്മമെന്ന ഉന്നതമായ ആശയത്തെ ഭാഗവതം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത് ഭഗവാനിലേക്ക്. ഭഗവാൻ ആരാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ അധ്യക്ഷനായ, ഈ പ്രപഞ്ചനാഥനായ ഭഗവാനിൽ ഭക്തി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കർമ്മം നിസ്വാർത്ഥമാകും, നിങ്ങളുടെ പ്രവൃത്തികളിൽ ആത്മാർത്ഥതയുണ്ടാവും, നിങ്ങൾ സത്യസന്ധതയെ പുൽകും, നിങ്ങൾ ധീരന്മാരാകും. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രക്രിയയാണ് ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തന്നത്. അത്തരത്തിൽ ധർമാചരണത്തിലൂടെ, ഭാഗവത ധർമാചരണത്തിലൂടെ മുന്നോട്ടു പോയ അനേകം ഭക്തന്മാരുടെ കഥ പറഞ്ഞു, അനേകം ജീവിതങ്ങളുടെ കഥ പറഞ്ഞു. ഇതാ ഏറ്റവും പ്രധാനമായി ഭാഗവത ധർമ്മം ആചരിച്ചുകൊണ്ട് അഭിമാനത്തോടെ ഈ രാഷ്ട്രജീവിതത്തെ സുഘടിതമാക്കി നിലനിർത്തിയ, ഈ രാഷ്ട്രത്തിന് ഒരു ആത്മബോധം പകർന്ന, എന്നിട്ട് സ്വന്തം ധർമ്മം ഏറ്റവും അഭിമാനത്തോടെ ജീവിച്ച് മോക്ഷമാർഗത്തിലേക്ക് യാത്ര ചെയ്ത ഭരണാധിപന്മാരുടെ കൂടി ചരിത്രം പറഞ്ഞു തന്നുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം നമ്മോട് സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭരണാധിപനാണ് പൃഥു ചക്രവർത്തി. സാക്ഷാൽ നാരായണാംശം കൊണ്ട് ഭൂജാതനായ പൃഥു ചക്രവർത്തിയുടെ കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ നിന്നും ഒരു ഭരണാധിപന്റെ ചരിത്രം നമുക്ക് പഠിക്കാം. ഒരു രാഷ്ട്രത്തെ സുഘടിതമായി യോജിപ്പിച്ച ഒരു നേതാവിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കാം. ഒരു ഭരണാധിപൻ ഭാഗവതോത്തമനായാൽ
അല്ലെ? ഭാഗവത ഭരണം എങ്ങനെയിരിക്കും? ഭാഗവതോത്തമന്റെ ഭരണം എങ്ങനെയിരിക്കും? ഭാഗവത ധർമ്മം പുലരുന്നിടത്ത ഭരണം എങ്ങനെയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് സമകാലിക രാഷ്ട്ര ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഭാരതത്തിലെയും കേരളത്തിൻ്റെയും സമകാലിക രാഷ്ട്ര ജീവിതത്തിൽ ധാരാളം അർത്ഥസാധ്യതകളുള്ള ഒരു ഉപാഖ്യാനമാണ് പൃഥുചരിതം. പ്രത്യേകിച്ചും നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന പൗരന്മാർ എന്ന നിലയിൽ സമകാലിക രാഷ്ട്ര ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാശയം കൂടിയാണ് ഭാഗവതത്തിലെ ധാർമ്മിക ഭരണക്രമം എന്തായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ വളരെ ചെറിയ സമയം കൊണ്ട് നാം മനനം ചെയ്യുന്ന ആശയം ഭാഗവതത്തിൻ്റെ ധാർമ്മിക ഭരണക്രമം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ധ്രുവ ചരിതത്തിന് ശേഷമാണ്, മനോഹരമായ ധ്രുവചരിതത്തിന് ശേഷമാണ്, ധ്രുവകഥകളൊക്കെ കേട്ട് നമ്മൾ ഹൃദയം നിറഞ്ഞിരിക്കുന്ന ഭക്തരോടാണ് ധ്രുവന്റെ വംശപരമ്പരകളെപ്പറ്റി വിതുര മൈത്രേയ സംവാദത്തിൽ ഈ ഒരു ആശയം സൂചിപ്പിക്കുന്നത്. ധ്രുവന്റെ വംശപരമ്പരയാണ്. ധ്രുവന്റെ പുത്രനായ ഉത്കലൻ, അദ്ദേഹം ജ്ഞാനിയായിരുന്നു, തപസ്വിയായിരുന്നു. അദ്ദേഹം രാജ്യഭരണം ഏറ്റെടുത്തില്ല. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ ഭൂമിയുടെ പുത്രനായ വത്സരന്റെ പാരമ്പര്യമാണ് പിന്നീട് മുന്നോട്ട് വന്നത്. വത്സരന്റെ പുത്രപരമ്പരയിൽ അങ്കൻ എന്ന ഒരു മഹാരാജാവ് ഉണ്ടാകുന്നു. ധാർമ്മികനായിരുന്നു. ധ്രുവന്റെ പരമ്പരയല്ലേ, ധാർമ്മികനായിരുന്നു അങ്കൻ. അദ്ദേഹത്തിന് സുനീത എന്ന ഭാര്യയുണ്ടാകുന്നു. ഈ ഭാര്യയോടൊപ്പം അദ്ദേഹം ധാരാളം വർഷം ഗൃഹസ്ഥ ജീവിതം നയിച്ചു. പക്ഷേ പുത്രന്മാരുണ്ടായില്ല. പുത്രദുഃഖത്താൽ, ഇത് ഭാരതത്തിൻ്റെ ഒരു സങ്കേതമാണ്, യാഗം നടത്തുന്നു. യാഗത്തിൽ നിന്നും ഒരു ദിവ്യപുരുഷന്റെ പായസം ലഭിക്കുന്നു, ഒരു പുത്രനുണ്ടാകുന്നു. എന്തായാലും ഈ കഥയ്ക്ക് മുഴുവനായും ഒരു അവധൂത സ്വഭാവമുണ്ട്. ഇത് കുറെ ആശയങ്ങളെ അടക്കി വച്ചിട്ട് അതിനെ വളരെ ഗോപ്യമായി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയാണ്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, വേദവ്യാസ മഹർഷിയുടെ ചില രചനാ സങ്കേതങ്ങൾ, ചില നാടകീയ ടെക്നിക്കുകൾ ഭാഗവതത്തിലൂടെ മനസ്സിലാക്കുവാൻ വളരെ രസകരമായ ഒരു ഇടമാണ്. കാര്യത്തെ നേരിട്ട് നമുക്ക് പറഞ്ഞു തരില്ല. നേരിട്ട് പറയാതെ ഭാരതീയമായ ഋഷീശ്വരന്മാർ ഉപയോഗിച്ചിട്ടുള്ള ചില രചനയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാശയത്തെ പറഞ്ഞു തരിക. അങ്ങനെ അങ്കന് വളരെ കാലത്തിനു ശേഷമുണ്ടായ പുത്രനാണ് വേനൻ. വേനന്റെ കഥ ഇവിടെ സൂചിപ്പിക്കുന്നത് പൃഥുചരിതത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. വേനന്റെ ഭരണം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. വേനന്റെ ഭരണം എന്നത് പലപ്പോഴും ആധുനിക കാലത്ത് പോലും നമുക്ക് പ്രയോഗിക്കാവുന്ന ഒരു ഭരണ രീതിയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒരു ഭരണാധിപൻ അല്ലെങ്കിൽ ഒരു ഭരണവ്യവസ്ഥ തങ്ങളുടെ സ്വാർത്ഥതയ്ക്കും തങ്ങളുടെ ഇഷ്ടനിർവഹണത്തിനും വേണ്ടി മാത്രം രാജ്യമെന്ന് പറയുന്ന വലിയൊരു വ്യവസ്ഥയെ ഉപയോഗിച്ചാൽ ആ രാഷ്ട്രം എത്രമാത്രം അധപ്പതിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. വേനൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, കുട്ടിക്കാലം മുതലേ അയാളുടെ പ്രവർത്തികൾ കണ്ടു തുടങ്ങിയപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, കുട്ടികളെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുക, ജീവികളെയൊക്കെ ഉപദ്രവിക്കുക, ഇങ്ങനെ കാത്തിരുന്ന സന്തതി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും പരിതപിക്കുകയാണ്. എന്തു ചെയ്യും? പുത്രന്മാരില്ലെങ്കിൽ മക്കളില്ല എന്നുള്ള ദുഃഖമേ ഉള്ളൂ. പക്ഷെ ഒരു കുപുത്രനുണ്ടായാൽ, ഭാഗവതം അത് മനോഹരമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പുത്രപ്രാപ്തിയും പുത്രനില്ലാതിരിക്കുന്നതും ഒരുപോലെ നിങ്ങൾക്ക് ദുഃഖകാരണമാണ്. പുത്രപ്രാപ്തി എങ്ങനെയാ ദുഃഖകാരണമാകുന്നത്? നല്ല പുത്രന്മാരുണ്ടായാൽ, നല്ല എല്ലാ സ്വസ്ഥതയുമുള്ള കുടുംബങ്ങൾ ഉണ്ടായാൽ, ഭാഗവതം അതിന് പറയും അതൊരു മധുരക്കെട്ടാണ്. ഇംഗ്ലീഷിൽ ഹണി ബോണ്ട് എന്ന് പറയും. അതൊരു മാധുര്യമുള്ള കെട്ടാണ്.
കെട്ട് മധുരമുള്ളതാവും തോറും നമുക്കത് അഴിക്കാൻ തോന്നില്ല. ആ കെട്ടവിടെ ഇരുന്നോട്ടെ, സുഖമായിട്ടത് ആസ്വദിച്ചിരിക്കാമെന്ന് നമുക്ക് തോന്നും. ഈ മധുരക്കെട്ടുകളെ ഒക്കെ കൂടിയിട്ട് പ്രതിനിധീകരിച്ചിട്ടാണ് ശ്രീശങ്കരാചാര്യരുടെ കഥയിൽ ഒരു മുതലയെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. സംസാരത്തിലേക്ക് നമ്മെ വീണ്ടും 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 സുഖം കൊണ്ടും ഒക്കെ പിടിച്ചു വലിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അത് അമ്മയാകാം, സ്നേഹമാകാം, പല പല ബന്ധങ്ങളാകാം, എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള കുടുംബമാകാം, ഏറ്റവും നന്നായി വീട് പണിതു, ഏറ്റവും നന്നായി സുഖമായി താമസിച്ചു, എല്ലാ സുഖവും ഉണ്ട്, നല്ല മക്കള്, അവരൊക്കെ നന്നായി പഠിക്കുന്നു. ഇത് ഒരു വലിയ കെട്ടാണ് എന്ന് നമുക്ക് തോന്നുകയേയില്ല. എന്നാൽ രോഗം കെട്ടാണെന്ന് നമുക്കറിയാം. മക്കളുടെ ദുഷ്പ്രവൃത്തികൾ നമ്മെ എത്രയും വേഗം വിരക്തിയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ സുഖവും നമുക്ക് വലിയ ബന്ധനമാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. എന്തായാലും അംഗമഹാരാജാവ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ നിന്നും ഈ ഒരു വലിയ ദുഃഖം എനിക്ക് അനുഭവിക്കേണ്ടി വന്നല്ലോ. അദ്ദേഹം നാട് വിട്ടു പോവുകയാണ്. അവസാനം ഭരണം ആർക്കു കൊടുക്കും എന്നൊരു വലിയ പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഭരണം കൈയാളുന്നതിന് വേണ്ടിയിട്ട് മറ്റാരെയും ആശ്രയിക്കാൻ വയ്യ എന്ന അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റപുത്രനായ വേനനെ രാജാവാക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. എന്തായാലും അങ്കനില്ല, വേനനെ രാജാവാക്കിയേ പറ്റൂ എന്ന് വരുമ്പോൾ വേനനെ രാജാവാക്കാൻ ഋഷിമാരും ബ്രാഹ്മണരും എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതിൽ നിന്നും ഒട്ടും അത്ഭുതങ്ങൾ സംഭവിച്ചില്ല. വേനന്റെ ഭരണത്തിൽ ആ രാഷ്ട്രം വീണ്ടും 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 അധപ്പതനത്തിലേക്ക് പോയി. വളരെ പ്രതീകാത്മകമായി അവിടെ ഒരു ദൃശ്യം അവതരിപ്പിക്കുന്നുണ്ട്. വേനൻ ആദ്യം ചെയ്തത് രാഷ്ട്രത്തിലെ യാഗയജ്ഞങ്ങളെ മുഴുവൻ നിരോധിക്കുക. ഇവിടെ യാഗം വേണ്ട, ഇവിടെ സത്സംഗങ്ങൾ വേണ്ട, ഇവിടെ യജ്ഞം വേണ്ട, ഇവിടെ എന്നെ മാത്രം നിങ്ങൾ സ്തുതിച്ചാൽ മതി. ഹിരണ്യകശിപുവിൽ കണ്ടിട്ടുണ്ട് ഇത്തരം ഒരു ദൃഷ്ടാന്തം. ഇതൊരു വലിയ കാലങ്ങൾക്കിപ്പുറത്തേക്കും നാം സമകാലിക ജീവിത സാഹചര്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും യുക്തമായ ഒരു സങ്കേതമാണ്. യാഗം നിഷേധിച്ചു എന്നതുകൊണ്ട് ഇനി ഇവിടെ ആരും വേദകർമ്മങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. യാഗത്തിന് ധാരാളം അർത്ഥമുണ്ട്. സത്കർമ്മങ്ങളൊക്കെ നിരോധിക്കുന്നു. ലോകത്തെ മനുഷ്യനെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മനുഷ്യന് ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തികളെയും നിരോധിക്കുന്നു. മനുഷ്യന്റെ സത്പ്രവൃത്തികളൊക്കെ നിരോധിക്കുന്നു. യാഗം, യജ്ഞം എന്ന വാക്കിന് നിസ്വാർത്ഥ സേവനം എന്നർത്ഥമുണ്ട്. മനുഷ്യന് നിസ്വാർത്ഥമായി പ്രവർത്തിക്കാനുള്ള എല്ലാ സങ്കേതങ്ങളും ഇല്ലാതാകുന്നു. യജ്ഞം എന്ന വൈദിക വാക്കിന് സംഗതികരണം എന്നൊരർത്ഥമുണ്ട്. സംഗതികരണം എന്ന് പറഞ്ഞാൽ പുതിയ ആശയങ്ങളെ രൂപപ്പെടുത്തി അതിനെ പ്രയോഗപഥത്തിൽ കൊണ്ടുവരിക. ഒരു ശാസ്ത്രജ്ഞൻ പുതിയ തത്വങ്ങളെ രൂപപ്പെടുത്തി കൊണ്ടുവരിക, പുതിയ സങ്കേതങ്ങളെ കൊണ്ടുവരിക, പുതിയതിനെ ആവിഷ്കരിക്കുക. ഇതിനൊക്കെ യജ്ഞം എന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോ ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങളെ മുഴുവനും സ്വാധീനിച്ചുകൊണ്ട് അവിടെയൊക്കെ ഞാൻ പറയുന്നത് മാത്രം നടപ്പാവണം. അവിടെ കണ്ടുപിടുത്തങ്ങളില്ല, പുതിയ വ്യവസായങ്ങളില്ല, പുതിയ പ്രവർത്തനങ്ങളൊന്നുമില്ല, എൻ്റെ ഭരണം മാത്രം. അപ്പൊ വേനൻ യാഗം നിരോധിച്ചു എന്നതിന് കേവലം വൈദികമായ യാഗങ്ങൾ നിരോധിച്ചു എന്ന് മാത്രം അർത്ഥമെടുക്കരുത്. ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ചോദനകളെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് നന്മയുടെ എല്ലാ വേരുകളെയും അറുത്തുകൊണ്ട് വേനൻ സ്വാർത്ഥതയുടെയും ഏകാധിപത്യത്തിൻ്റെയും സർവകാല പ്രസക്തമായ ഒരു പ്രതീകമായി ഭാഗവതത്തിൽ സവിശേഷമായ ശ്രദ്ധ അർഹിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെ ഒരു വേനന്റെ ദൃഷ്ടാന്തം നമുക്കറിയാം. വേനനെ ഉപദേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഋഷിമാര് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിനൊരു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭാരതത്തിനൊരു ചിതിയുണ്ട്, ഭാരതത്തിനൊരു രാഷ്ട്രബോധമുണ്ട്.
ആ രാഷ്ട്രബോധം സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കും. ഇവിടെ എപ്പോഴൊക്കെയാണോ അധർമ്മം നടമാടുന്നത്, അധാർമിക ശക്തികൾ ഇവിടെ എപ്പോഴൊക്കെയാണോ ഉയർത്തെഴുന്നേൽക്കുന്നത്, അപ്പോഴൊക്കെ ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ആർഷബോധമുണ്ട്, ഋഷി മനസ്സുണ്ട്. ഋഷിമാരുടെ സങ്കല്പത്തിൻ്റെ ഭാഗമാണ് ഭാരതം എന്നുള്ളത് കൊണ്ട് ഇവിടെ രാഷ്ട്രബോധം അതപ്പതിക്കുമ്പോൾ ഋഷിബോധം ഉണർന്നെഴുന്നേൽക്കും ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നതിന്. ഇന്നും സജീവമായ ദൃഷ്ടാന്തങ്ങൾ നമുക്കതിനുണ്ട്. ഭാരതം നമ്മൾ കാണുന്ന ഈ പുറമേയുള്ള ഭൂമിശാസ്ത്രപരമായ ഭാരതം മാത്രമാണെന്ന് നമ്മൾ ധരിക്കരുത്. ഇതിനുള്ളിലുള്ള ആർഷ സംസ്കാരത്തിൻ്റെ വറ്റാത്ത വേരുറവകളുള്ള ഒരു ഭാരതമുണ്ട് ഇവിടെ. ഈ ഭാരതം വാസ്തവത്തിൽ നമ്മളെപ്പോലെയുള്ള അനേകരുടെ സാധന കൊണ്ട് നിലനിൽക്കുന്ന ഭാരതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രബോധം ഭീഷണമായ വെല്ലുവിളികളെ നേരിടുമ്പോൾ ഋഷി മനസ്സ് അവിടെ ഇടപെടും എന്നതിന് ഒട്ടനവധി തെളിവുകളുണ്ട്. ദദീജി മഹർഷിയുടെ ഉദാഹരണം നമുക്കറിയാം. രാഷ്ട്രത്തെ മുഴുവനും അന്ധകാരത്തിലേക്ക് നയിക്കാനുള്ള ഒരു മഹാശക്തി രൂപപ്പെട്ടു വന്നപ്പോൾ ആ മഹാശക്തി വൃത്രാസുരന്റെ രൂപത്തിൽ രൂപപ്പെട്ടു വന്നപ്പോൾ ഒരു ധീരനായ മനുഷ്യന്റെ നട്ടെല്ലുകൊണ്ടാണ് വജ്രായുധം പണിതത്. ഇത് ഇന്ത്യയുടെ പ്രതീകമായി നിലനിൽക്കേണ്ടതാണ്. ഇന്ത്യയുടെ നട്ടെല്ലാണ് ദദീജിയുടെ, ഇന്ത്യയുടെ വജ്രായുധമാണ് ദദീജിയുടെ നട്ടെല്ല്. ഒരു ഋഷിയുടെ നട്ടെല്ല് കൊണ്ടൊരു ആയുധം പണിയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? ധീരനായ, അവനവന്റെ സ്വാർത്ഥതയൊട്ടുമില്ലാത്ത, ലോകത്തിനു വേണ്ടി ജീവിക്കുവാൻ മരിക്കുവാൻ തയ്യാറായ ഒരു ഋഷിപ്രജ്ഞയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അനേകായിരങ്ങൾ ഇവിടെ തപം ചെയ്തു ഒരു സദ്ഭരണത്തിന് വേണ്ടിയിട്ട്. ഈ അനേക സമൂഹത്തെ നയിക്കുന്ന ഈ ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയുന്ന ക്രിയാത്മക ന്യൂനപക്ഷത്തിൻ്റെ പ്രതീകമാണ് വാസ്തവത്തിൽ വേനനെതിരെ രൂപപ്പെട്ട, വേനനെ ഉപദേശിക്കുവാനായി രൂപപ്പെട്ട ഋഷി മനസ്സ്. അതുകൊണ്ട് തന്നെ സനാതനധർമ്മ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഈ ഭാരത സംസ്കാരം തരുന്ന വലിയൊരു ഉറപ്പ് ഇത്തരം ചില പ്രതിസന്ധികളിൽ രൂപപ്പെടുന്ന ആർഷബോധമാണ്. ഋഷിമാർ ഇടപെടുക തന്നെ ചെയ്യും. ഋഷിമാർ ധാർമ്മിക നേതൃത്വം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. കേരളത്തിന്റെ നവോത്ഥാനത്തിൽ എഴുത്തച്ഛനെ പോലെ നാം കാണുന്ന നവോത്ഥാനത്തിന്റെ പുറമേയുള്ള മുഖമല്ല വാസ്തവത്തിൽ കേരളത്തിന്റെ നവോത്ഥാനം. അത് സംഭവിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ചേർന്നിട്ടായിരുന്നു. അയ്യാവൈകുണ്ഠസ്വാമികൾ ചേർന്നിട്ടായിരുന്നു. ശുഭാനന്ദ ഗുരുദേവൻ ചേർന്നിട്ടായിരുന്നു. കുമാരഗുരുദേവൻ ചേർന്നിട്ടായിരുന്നു. എഴുത്തച്ഛനും ചെറുശ്ശേരിയും ഒക്കെ ഉണ്ടാക്കിയ ഭക്തിയുടെ വിപ്ലവം കൊണ്ടാണ് കേരളത്തിൽ നവോത്ഥാനം വാസ്തവത്തിൽ സംഭവിച്ചത്. ജനങ്ങളിലേക്ക് അറിവെത്തിച്ചേരുന്നു. ജനങ്ങൾ ആത്മബോധത്തിൽ നിറയുന്നു. ഒരാൾ മറ്റൊരാൾക്ക് അന്യനല്ലെന്ന്, അസ്പൃഷ്ടനല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇങ്ങനെയാണ് ഇവിടെ നവോത്ഥാനം സംഭവിച്ചത്. അപ്പൊ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ശക്തമായ അടിയൊഴുക്ക് ഋഷിപ്രജ്ഞയുടേതായിരുന്നു. അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. ചിന്മയാനന്ദ സ്വാമികളെ പോലെയുള്ളവരൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു വലിയ ആർഷമായ ആന്തോളനമായിരുന്നു കേരളത്തെ നയിച്ചത്. ശ്രീരാമകൃഷ്ണ വിവേകാനന്ദന്മാർ, മഹർഷി ദയാനന്ദ സരസ്വതി ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു വലിയ മാറ്റത്തിൻ്റെ പരിവർത്തനമായിരുന്നു ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിന് മുന്നിൽ നിന്നത്. അത്തരമൊരു പുരാണ സങ്കേതമാണ് ഇവിടെ വേനന്റെയും പൃഥുവിൻ്റെയും കാര്യത്തിലൂടെ. ഒരുപക്ഷെ സമകാലിക ഇന്ത്യയിൽ സംഭവിച്ച, കേരളത്തിൽ സംഭവിച്ച നവോത്ഥാന പരിവർത്തനങ്ങളോട് ചേർന്നു നിൽക്കാവുന്ന ഒരു പരിവർത്തനമാണ് ഋഷിമാർ ചേർന്ന് ആദ്യഘട്ടം എന്ന നിലയിൽ വേനനെ ഈ ദുർഭരണത്തിൽ നിന്നും നീ പിന്മാറണം, ഈ രാഷ്ട്രം അത് സത്യവും നീതിയും നടപ്പാക്കേണ്ട ഇടമാണ്, ദുർഭരണം നീ പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേനനെ ഉപദേശിക്കുന്നു. പക്ഷേ വേനൻ ഋഷിമാരെ പുച്ഛിച്ചുകൊണ്ട്
നിങ്ങൾ ധർമ്മം എന്ന വ്യാജേന അധർമ്മം പ്രചരിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഋഷിമാരെ പുച്ഛിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും ഒരു പുരാണത്തിലോ ഒരു ആർഷകൃതികളിലോ ഒന്നും കാണാത്ത വിധത്തിൽ ഋഷിപ്രജ്ഞ രൂപപ്പെടുകയും, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ നാടിനെ സംരക്ഷിക്കാനായി വേണമെങ്കിൽ സന്യാസിമാർ ആയുധവും എടുത്തു പോരാടും എന്ന് പറഞ്ഞ ഒരു നാടാണിത്. അഖാഡകൾ സ്ഥാപിച്ച ഒരു നാടാണിത്. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, സന്യാസിമാർ ചേർന്ന് നടത്തിയ ഒരു കേരളത്തിന്റെ യാത്ര കണ്ടു. അവിടെയൊക്കെ മുന്നോട്ട് വെച്ച ഒരാശയം, ഈ നാട് അധപ്പതനത്തിലേക്ക് പോകാതെ ഈ നാടിനെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ആർഷമായ ഇടപെടലിൻ്റെതാണ്. അത് സൗമ്യമാണ്, അത് സൂക്ഷ്മമാണ്, പക്ഷെ അത് കാതലായ പരിവർത്തനം വരുത്തിയിരിക്കും. അത്തരത്തിൽ ഒരു ആർഷമായ ഇടപെടലാണ് വേനന്റെ കാര്യത്തിൽ ഋഷിമാർ ചേർന്ന് നടത്തിയത്. ഒരു അധർമ്മ ഭരണാധിപനെ ഏതു വില കൊടുത്തും ധർമ്മം സംരക്ഷിക്കണം എന്ന വലിയ ഉത്തരവാദിത്തവുമായി ഋഷിമാർ ഇടപെടുകയും അയാളെ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അയാളെ ഇല്ലാതാക്കി. വേനനെ ഋഷിപ്രജ്ഞ ചേർന്ന് ഇല്ലാതാക്കിക്കൊണ്ട് വേനന്റെ തുട കടഞ്ഞപ്പോൾ ഒരു കറുത്ത രൂപം വന്നു എന്ന് പറയുന്നു. വേനന്റെ ദാസുരികത, വേനന്റെ ദൗഷ്ട്യം ഒരു കറുത്ത രൂപമായി അയാളിൽ നിന്നും പുറത്തേക്ക് പോവുകയും വേനന്റെ കൈ കടഞ്ഞ്, ഇതൊക്കെ ഒരു സങ്കേതമാണ്. കൈ കടഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകുമോ എന്ന ചോദ്യത്തെക്കാൾ ഒരു പാരമ്പര്യത്തിൽ നിന്നും മഥനം ചെയ്യുക എന്നതിന് വലിയ അർത്ഥമുണ്ട്. അശ്വമേധവും ഒക്കെ അങ്ങനെയാണ് വരുന്നത്, പാലാഴി മഥനവും ഒക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. മഥനം ചെയ്യുക എന്നാൽ, കടയുക എന്നാൽ എങ്ങനെയാണോ തൈരിൽ നിന്നും മഥനം ചെയ്ത് അതിൻ്റെ സാരമായ, ഏറ്റവും സാരമായ ഒന്ന് പൊങ്ങി വരുന്നത്, അതുപോലെ ചിന്തയിൽ മഥനം സംഭവിക്കണം, ആശയങ്ങളിൽ മഥനം സംഭവിക്കണം, ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ മഥനം സംഭവിക്കണം, അല്ലെ? നിരന്തരം ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഇടയ്ക്കൊരു മഥനം നമ്മൾ സംഭവിപ്പിച്ചില്ലെങ്കിൽ അത് പ്രകൃതി സംഭവിപ്പിക്കും. നമ്മൾ ചെയ്തില്ലെങ്കിൽ അതൊന്ന് പ്രകൃതി ഇടപെട്ടു എന്നിരിക്കും. എന്തായാലും ഈ മഥനം ചെയ്യുക, കൈ കടയുക എന്നതിന് വലിയൊരു കലാ അർത്ഥ സാധ്യതയാണുള്ളത്. വേനന്റെ കയ്യിൽ നിന്നാണ്, വേനന്റെ പാരമ്പര്യത്തിൻ്റെ സാരാംശമായ ധ്രുവ പാരമ്പര്യമാണ്, ഭാരതത്തിൻ്റെ സനാതന പാരമ്പര്യമാണ്. ഈ പാരമ്പര്യത്തിൽ നിന്നും നാരായണാംശം ഉള്ള രണ്ട് ഭാവങ്ങൾ, ഒരു സ്ത്രീഭാവവും ഒരു പുരുഷഭാവവും, പൃഥുവും അർച്ചിസ് എന്ന സ്ത്രീയും രൂപപ്പെടുന്നു. പൃഥുവിൻ്റെ ജന്മത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള, പാദങ്ങളിലുള്ള മഹാലക്ഷണങ്ങൾ കണ്ടിട്ട് ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് മഹാരാജ പദവിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇത് ഒരു സമൂഹത്തിൻ്റെ കാത്തിരിപ്പാണ്. അനേക കാലം ഭാരതത്തിന് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ദീർഘകാലത്തെ വിദേശാധിപത്യം കൊണ്ട് അവനവന്റെ സ്വത്വത്തെ ആവിഷ്കരിക്കാൻ ഒരു സാധ്യതയുമില്ലാതിരുന്ന ജനത കരഞ്ഞു കാത്തിരുന്നിട്ടുണ്ട്. ഒരു ഗാന്ധിജി ഉണ്ടായിരുന്നു അന്ന് നമുക്ക് ഋഷിപ്രജ്ഞയുമായി, ഒരു നേതാജി ഉണ്ടായിരുന്നു അന്ന് നമുക്ക് ഋഷിപ്രജ്ഞയുമായി, ഒരു ലോകമാന്യ ബാലഗംഗാധര തിലകൻ ഉണ്ടായിരുന്നു, ഒരു വിനോബാ ഭാവെ ഉണ്ടായിരുന്നു, ഒരു മഹർഷി അരവിന്ദൻ ഉണ്ടായിരുന്നു. ഭാരത മനസാക്ഷിയിൽ നിന്നും ഭാരതത്തിൻ്റെ സ്വത്വം വീണ്ടെടുക്കുന്നതിന് ഒരു ആർഷബുദ്ധിയുള്ള നേതാക്കന്മാർ നമുക്കൊന്നുണ്ടായിരുന്നു. ഇത്തരമൊരു കാത്തിരിപ്പ് ദുർഭരണത്തിൽ നിന്നും, ഏകാധിപത്യ ഭരണത്തിൽ നിന്നും, സ്വാർത്ഥ ഭരണത്തിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കണേ എന്ന ഒരു വലിയ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഒരു നാടിന് ഒരു സദ്ഭരണാധിപനെ ലഭിക്കുന്നത്. അതാ ജനങ്ങളുടെ കാത്തിരിപ്പാണ്, ആ നാട്ടിലെ പൗരന്മാരുടെ പ്രതീക്ഷയാണ്.
ആ നാട്ടിലെ പൗരന്മാർ അർഹിക്കുന്നതാണ് അവൻ്റെ ഭരണാധിപൻ എന്നൊരു സങ്കല്പമുണ്ട് നമുക്ക്. ആ നാട്ടിലെ പ്രജകൾ അർഹിക്കുന്നതാണ് അവിടുത്തെ ഭരണാധിപൻ. അങ്ങനെ അർഹിക്കുന്ന ഒരു ഭരണവ്യവസ്ഥയിലേക്ക് ഈ നാടിനെ ഋഷിമാർ കൈപിടിച്ചുയർത്തുന്നു. ഭാഗവത ധർമാചരണം നടപ്പാക്കുന്ന ഒരു ഭരണാധിപനെ ഈ നാടിന് നൽകുന്നു. അങ്ങനെ ഒരു ധർമ്മഭരണാധിപനാണ് പൃഥു ചക്രവർത്തി. പൃഥു ചക്രവർത്തിയുടെ രാജ്യാഭിഷേകത്തിന് സകല ദിക്കിൽ നിന്നും ഋഷിമാർ വന്നപ്പോൾ സകല ദിക്കിൽ നിന്നും അതിനുള്ള എല്ലാ സങ്കേതങ്ങളും ഒരുങ്ങി വന്നു. സരിത്തുക്കൾ, ഗിരികൾ, ഖഗങ്ങൾ, നാഗങ്ങൾ, മൃഗങ്ങൾ, ഗോക്കൾ, ആകാശം, ഭൂമി, ഇവരെല്ലാവരും തങ്ങളുടേതായ രീതിയിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു നല്ല ഭരണാധിപന് വേണ്ടി മനുഷ്യൻ മാത്രമല്ല, പ്രകൃതിയും കാത്തിരിക്കുന്നു. ഒരു നല്ല അധികാരത്തിന് വേണ്ടിയിട്ട് ഈ പ്രകൃതി പോലും കാത്തിരിക്കുന്നുണ്ട്. ഒരു ഭാഗവത ഭരണം ഇവിടെ നടപ്പാകാൻ, നിസ്വാർത്ഥ ഭരണം ഇവിടെ നടപ്പാകാൻ ഒരു വലിയ കാത്തിരിപ്പിന്റെ ഒടുവിൽ, പ്രതീക്ഷകളോടെയുള്ള കാത്തിരിപ്പിന്റെ ഒടുവിലാണ് ആർഷമായ ഋഷിയുടെ ഇടപെടലുണ്ടാകുന്നത്. അത്തരമൊരു ഇടപെടലിനെ തുടർന്നാണ് സകല ഭൂതങ്ങളും പൃഥു ചക്രവർത്തിക്ക് തൻ്റെ പത്നിയായ അർച്ചിസ്സുമൊത്ത് അഗ്നിയെപ്പോലെ രാജാവ് വിളങ്ങി എന്നാ പറയുന്നത്. ഭഗവാൻ രാജാവിൻ്റെ ഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും പ്രൗഢിയാണ് അവിടെ. ഭഗവാൻ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു ഭാവം മാത്രമല്ല ഭഗവാനുള്ളത്. പൃഥു എന്ന രാജസങ്കല്പത്തിലേക്ക് വന്നപ്പോൾ പ്രൗഢമായ രാജസങ്കല്പമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭാരതത്തിൻ്റെ ഭരണാധിപ സങ്കല്പത്തെ സൂചിപ്പിക്കുമ്പോൾ പൃഥുചരിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന ഒരു സംഗതി രാജർഷിയുടെ ഭരണമാണ് അവിടെ നടപ്പായത് എന്നാണ്. രാജർഷി ഭാരതം ലോകത്തിന് കൊടുത്ത വലിയൊരു സംഭാവനയായിരുന്നു രാജർഷി എന്ന സങ്കല്പം. ഒരുപക്ഷെ ഗ്രീക്ക് സംസ്കാരത്തിലെ ഫിലോസഫർ കിങ് എന്ന സംസ്കാരത്തോട്, എന്ന ആശയത്തോട് യോജിക്കാവുന്ന സങ്കല്പം. ഫിലോസഫർ കിങ് അരിസ്റ്റോട്ടിലിയൻ ചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അരിസ്റ്റോട്ടലിൻ്റെ രാജസങ്കല്പം വർണ്ണിക്കുമ്പോൾ ഫിലോസഫർ കിങ് എന്നൊരു സങ്കല്പം അദ്ദേഹം പറയുന്നുണ്ട്. രാജാവിൻ്റെ പ്രൗഢിയോടും ഋഷിയുടെ ഉൾക്കരുത്തോടും കൂടി ഭരിക്കുക. എ കിങ് ഷുഡ് ബി സെയിന്റ്ലി വിത്തിൻ ആൻഡ് കിങ്ലി വിത്തൗട്ട്. ഒരു ഋഷിയുടെ നിസ്വാർത്ഥത, ഋഷിയുടെ തപസ്, ഋഷിയുടെ മനോവീര്യം, ഋഷിയുടെ ആത്മബലം, ഋഷിയുടെ കരുത്ത്, ഋഷിയുടെ ധർമ്മബോധം, ഋഷിയുടെ അചഞ്ചലമായ ആത്മവിശ്വാസം, ഋഷിയുടെ യാതൊരു പക്ഷപാതവുമില്ലാതെ നിയമം നടപ്പാക്കുന്നതിനുള്ള വ്യഗ്രത, ഇതൊക്കെ ഒരു ഭരണാധിപനിൽ നിന്നും ഭാരതം പ്രതീക്ഷിക്കുന്നുണ്ട്. സെയിന്റ്ലി വിത്തിൻ എന്ന പാശ്ചാത്യ സങ്കല്പം ഇതിനോട് കിടപിടിക്കുന്നു. പക്ഷേ കിങ്ലി വിത്തൗട്ട്, പുറമെ എങ്ങനെയായിരിക്കണം? രാജാവിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടിയിട്ട് രാജാവ് വരുന്നു. എന്നാൽ രാജാവ് ഇങ്ങനെ ആരും കാണാതെ ഒരു മൂലയ്ക്ക് കൂടെയല്ല വരുന്നത്. രാജാസൗ ഗച്ഛതി ഇത്യുക്തേ സപരിവാരസ്യ. പെരുമ്പറയുണ്ടാകും, വലിയ ചിഹ്നങ്ങളുണ്ടാകും, പരിവാരങ്ങളുണ്ടാകും, രഥമുണ്ടാകും, ഘോഷയാത്രയുണ്ടാകും. ഇത് ഭൗതികമായത് മാത്രമല്ല. ഒരു വേദിയിലേക്ക് രാജാവ് കടന്നു വരിക എന്നാൽ എല്ലാ രാജപ്രൗഢിയോടും കൂടി കടന്നു വരിക എന്നത് തന്നെയാണ്. പൃഥു ചക്രവർത്തിയെ ശ്രീമദ് ഭാഗവതം അവതരിപ്പിച്ചിരിക്കുന്നത് ധർമ്മമുടൽ പൂണ്ടാൽ എങ്ങനെയിരിക്കും. അഗ്നിക്കൊരു സ്വഭാവമുണ്ട്, അത് സദാ ജ്വലിച്ചുകൊണ്ടിരിക്കും. അത് നിൽക്കുന്നിടത്ത് അതുണ്ട് എന്ന് തെളിയിക്കുവാൻ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഭാഗവതം പൃഥു ചക്രവർത്തിയെ അവതരിപ്പിച്ചിരിക്കുന്നത് അഗ്നി പോലെ തിളങ്ങി എന്നാണ്. രാജർഷിയായ പൃഥു അഗ്നി പോലെ തിളങ്ങി. രാജർഷി എന്ന സങ്കല്പം ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ്. സംപൂജ്യ രംഗനാഥാനന്ദ സ്വാമികളുടെ ഇറ്റേണൽ വാല്യൂസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി എന്ന പ്രഭാഷണ പരമ്പരയിൽ ഞാൻ എപ്പോഴും ഓർത്ത് സൂചിപ്പിക്കാറുള്ളൊരാശയമാണത്.
സ്വാമിജി ചെറുപ്പക്കാരോട് സംസാരിച്ച പ്രഭാഷണങ്ങളാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, IITകളിൽ ഒക്കെ സ്വാമിജി സംസാരിച്ച യുവാക്കളോടുള്ള പ്രസംഗങ്ങളാണ് അതിൽ എല്ലാം. അതിൽ സ്വാമിജി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ സ്വാമിജി ഈ രാജർഷി എന്ന ആശയത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സ്വാമിജി പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ ഭരണം ഇന്ത്യയുടെ സങ്കല്പമനുസരിച്ച്, സ്വാമിജി അവിടെ ചാണക്യനെയൊക്കെ ഉദാഹരിക്കുന്നുണ്ട്, ഇന്ത്യയുടെ സങ്കല്പമനുസരിച്ച് രാജഋഷിയുടെ ഭരണമായിരിക്കണം. ഭരണം വാസ്തവത്തിൽ ഋഷിയുടെ ഭരണമാണ്, പക്ഷേ അത് രാജാവ് നിർവഹിക്കുന്നുവെന്നേ. ഉള്ളിൽ ഋഷിയാണ്, പക്ഷേ പുറത്ത് രാജാവാണ്. എന്നിട്ട് സ്വാമിജി സൂചിപ്പിക്കുന്നത് അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്, ഈ രാഷ്ട്രഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നിസ്വാർത്ഥനായ ഒരു ഭരണാധിപൻ, ധർമ്മബോധമുള്ള ഒരു ഭരണാധിപൻ, പൗരബോധമുള്ള മനുഷ്യർ, അലേർട്ട് സിറ്റിസൺ ആൻഡ് ക്രിയേറ്റീവ്. രാജർഷിയായ ഭരണാധിപനും അലർട്ട് സിറ്റിസണുമാണ് ഒരു രാജ്യഭരണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന്. ശ്രീമദ് ഭാഗവതത്തിലെ പൃഥുചരിതത്തെ നമുക്ക് ഇതുമായി കൃത്യമായി ചേർത്ത് വയ്ക്കാം. നാം ഭാഗവത ഭരണം എന്ന് പറയുന്നുണ്ടല്ലോ. ശ്രീമദ് ഭാഗവതത്തിൽ പൃഥുവിനെ അവതരിപ്പിക്കുമ്പോൾ ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം, ഇത് പലപ്പോഴും നമുക്ക് അർത്ഥശാസ്ത്രമൊക്കെ നോക്കുമ്പോൾ അതിനോടൊക്കെ ചേർന്ന് വരുന്നത് പോലെ തോന്നും. അദ്ദേഹം ഏത് വഴിക്ക് സഞ്ചരിക്കുമെന്ന് അന്യന്മാർക്ക് അറിയാൻ സാധിക്കില്ല. ഇത് രാജാവിൻ്റെ ഗൂഢതന്ത്രങ്ങളാണ്. ഏത് വഴിക്കാണ് രാജാവ് വരുന്നത് എന്ന് ആർക്കും അറിയാൻ സാധിക്കില്ല. എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും നമുക്കറിയാൻ സാധിക്കില്ല. ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ രാജാവ് അത് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാകൂ. ഇത് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ ഭരതന് കൊടുക്കുന്ന, കാട്ടിൽ വെച്ച് ശ്രീരാമൻ ഭരതന് കൊടുക്കുന്ന ഉപദേശത്തിൽ എന്താണ് രാമരാജ്യം എന്ന് സൂചിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എണ്ണി 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 ഈ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശ്രീരാമൻ പറയുമ്പോൾ ഒരിടത്ത് പറയുന്നുണ്ട്, നീ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് കുറേ മുൻപ് ആളുകളുടെ മുന്നിൽ പ്രസിദ്ധപ്പെടുത്തരുത്, നടപ്പായതിനു ശേഷം ജനങ്ങൾ അറിയട്ടെ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്, ഫലം കൊണ്ട് മാത്രമല്ലാതെ മറ്റൊരു വിധത്തിലും രാജാവ് നിർവഹിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയരുത്. അത്ര ഗോപ്യമായിട്ട് നിർവഹിക്കുകയും, രാജാവിനെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വരുണനോടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളോടും പൃഥു മഹാരാജാവിനെ ഉപമിച്ചിട്ടുണ്ട്. ഇവിടെ ഉപമിച്ചിരിക്കുന്നത് വരുണനോടാണ്. സമുദ്രം ഉള്ളിൽ അഗാധതയെ കാത്തു സൂക്ഷിക്കുകയും പുറമേ തിരകളുണ്ടാകാം, ചുഴികളുണ്ടാകാം, പലതുമുണ്ടാകാം, പക്ഷെ ഉള്ളിൽ തൻ്റെ സാരത്തെ അഗാധമായി കാത്തുവെക്കുന്ന വരുണനെ പോലെ, എല്ലാവരിലും ഒരേപോലെ സഞ്ചരിക്കുന്ന വായുവിനെ പോലെ, വായു എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കും, ഒരിടത്തും വായുവിന് അസ്പൃശ്യതയില്ല, എല്ലായിടത്തും ഒരുപോലെ സഞ്ചരിക്കുന്ന വായുവിനെ പോലെ ഒരു രാജാവ് ജനങ്ങളുടെ മുന്നിൽ മുഴുവനും പ്രവർത്തിക്കണം എന്ന്. ദൃഢവ്രത സത്യസന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവക ശരണ്യ സർവഭൂതാനാം മാനദോ ദീനവത്സല എന്ന് പൃഥുവിൻ്റെ മഹത്വത്തെ പറയുന്നു. വ്യക്തിജീവിതത്തിൽ പുലർത്തുന്ന വ്യക്തിത്വം, വ്യക്തിജീവിതത്തിൽ പുലർത്തുന്ന ആദർശം എന്നിവയൊക്കെ കൊണ്ട് ഒരു ആദർശ ഭരണാധിപൻ എങ്ങനെയായിരിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് പൃഥു ചക്രവർത്തി. പൃഥു ചക്രവർത്തിയുടെ ധർമ്മഭരണത്തിൻ്റെ കീഴിൽ ജനങ്ങളുടെ, വളരെ കൃത്യമായ ജനങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ആനന്ദത്തെ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ജനങ്ങൾ ചിലർ വന്നിട്ട് പൃഥുവിനോട് പരാതി പറയുന്നത്, തങ്ങൾക്ക് വേനന്റെ ദുർഭരണത്തിൻ കീഴിൽ ജീവിച്ചു ജീവിച്ച് ഭക്ഷണമില്ല, ജീവിക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നും കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് വേനൻ ഇവിടെ നിന്നും കടന്നുപോയത്. മഹാഭാരത യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനം ഒരു രംഗമുണ്ട്. യുദ്ധം കഴിഞ്ഞ മഹാഭാരത കൗരവ കുരു രാജ്യത്തിൻ്റെ അവസ്ഥയുണ്ട്.
യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർ ഏറ്റെടുത്ത ഹസ്തിനപുരം എന്ന് പറയുന്നത് ഖജനാവ് കാലിയായ ഹസ്തിനപുരമാണ് യുദ്ധം കഴിഞ്ഞ് കൗരവർ പാണ്ഡവർക്ക് തിരിച്ചു കൊടുത്തത്. ഒന്നുമില്ല, മുഴുവൻ കാലിയാക്കിയ ഹസ്തിനപുരത്തെയാണ് പാണ്ഡവർക്ക് തിരിച്ചു കൊടുത്തത്. അതുപോലെ പ്രകൃതി, എല്ലാം തരുന്ന പ്രകൃതി, ഒന്നും ചുരത്താതായിരിക്കുന്ന ഒരു രാജ്യത്തെയാണ് വേനൻ ഇവിടെ അവശേഷിപ്പിച്ചു പോയത്. അങ്ങനെ ജനങ്ങൾ മുഴുവൻ പൃഥുവിനോട് പരാതി പറയുമ്പോൾ ധർമ്മചക്രവർത്തിയായ പൃഥു തൻ്റെ ഏറ്റവും ഉന്നതമായ ഉത്തരവാദിത്തം തൻ്റെ ജനങ്ങളോട് നിർവഹിക്കേണ്ട നീതിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആയുധവും എടുത്തു പുറപ്പെടുകയാണ്. പൃഥുവിൻ്റെ ക്രുദ്ധമായ മുഖത്തോടു കൂടിയിട്ട് ആയുധവും എടുത്ത് ഭൂമിക്ക് നേരെ തിരിയുന്നു. ഇതുകണ്ട് ഭയന്ന്, വളരെ പ്രസിദ്ധമായൊരു സങ്കേതമാണ്, ഭൂമി ഗോവിന്റെ രൂപത്തിൽ രക്ഷപ്പെടുന്നു. പിന്നാലെ പോകുന്നു. പിന്നാലെ പോയി ഭൂമിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ വേണം, എൻ്റെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ളതൊക്കെ കൊടുക്കണം. ജനങ്ങളുടെ ഭൗതികമായ എല്ലാ സമൃദ്ധിയും ഉറപ്പുവരുത്തേണ്ടത് ഒരു ഭരണാധിപന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ്. ധാന്യ ധനസമൃദ്ധമായ ഒരു രാജ്യം ഇവിടുത്തെ പൗരൻ അർഹിക്കുന്നുണ്ട്. അവനവൻ്റെ തൊഴിൽ ചെയ്ത് മാന്യമായി ജീവിക്കാനുള്ള അവസരം ഒരു പൗരൻ അർഹിക്കുന്നുണ്ട്. അവനവൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ഒരു പൗരൻ അർഹിക്കുന്നുണ്ട്. അവന് മാന്യമായി സാമ്പത്തിക വിനിമയം ചെയ്യുന്നതിനും വ്യവസായങ്ങൾ നടത്തി അഭിമാനത്തോടെ ജീവിക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭരണവ്യവസ്ഥ ഒരു പൗരൻ അർഹിക്കുന്നുണ്ട്. ഇതാണ് പൗരൻ, പ്രജ ധൈര്യപൂർവം പോയി ഭരണാധിപനോട് പറഞ്ഞത്. അത് ഭൂമിയിൽ നിന്നും പൃഥു ഭൂമിയെ തൻ്റെ വാൾമുനയിൽ, അസ്ത്രമുനയിൽ നിർത്തിക്കൊണ്ട് പൃഥു മേടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പുരാണ രചനാ സങ്കേതം മാത്രമല്ല. ഏതൊക്കെ ഇടത്താണോ ധനം, അവസരങ്ങൾ, വ്യവസായങ്ങൾ, ധനസമൃദ്ധിക്ക് വേണ്ട മാർഗങ്ങൾ, ശാസ്ത്രം, സാങ്കേതിക പുരോഗതി, സാമ്പത്തിക പുരോഗതി ഒക്കെ ലോകത്തിൻ്റെ ഏതൊക്കെ ഇടങ്ങളിലാണോ ഒളിഞ്ഞിരിക്കുന്നത് അവിടെ നിന്നൊക്കെ തൻ്റെ പ്രജകൾക്ക് അത് വാളോ ബുദ്ധിയോ ഉപയോഗിച്ച് നേടിക്കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം ഒരു ഭരണാധിപനുണ്ട്. അപ്പൊ പൃഥു ചക്രവർത്തി ഭാരതത്തിൻ്റെ സനാതനമായ രാജ്യസങ്കല്പത്തിൽ ഉയർന്നു നിൽക്കുന്നത്, എക്കാലത്തും പ്രസക്തമായി നിൽക്കുന്നത്, കാലമേറെ കഴിഞ്ഞിട്ടും ആധുനിക കാലത്തും പൃഥുവിൻ്റെ ഭരണം എന്നത് ഭാരതീയന് ഒരു മാതൃകാ ഭരണമായി ലോകക്രമത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുന്നത് അത് ആർഷദർശനത്തിൽ രൂപപ്പെട്ട ഭരണാധിപനായതുകൊണ്ടാണ്. അപ്പൊ കഥയിൽ നമുക്ക് പറയാം, പൃഥു യുദ്ധം ചെയ്തു, ഭൂമിയോട് യുദ്ധം ചെയ്തു, ഭൂമിയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഭൂമിയോട് ചോദിച്ചു, എവിടെ എൻ്റെ നാട്ടിലെ വിഭവങ്ങൾ? പൃഥുവിൻ്റെ മുന്നിൽ കണ്ടാൽ അവസ്ഥ എന്ന് പറയുന്നത്, വേനന്റെ ദുർഭരണത്തിൽ ഭൂമി പുഷ്പിക്കാതായി, ഭൂമി വന്ധ്യയായി തീർന്നു, ഭൂമിയിൽ നിന്നും നട്ടാൽ ഒന്നും കിളിർക്കാതായി, ജലം വറ്റി വരണ്ടു, ഭൂമി ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു വളരെ കൗതുകകരമായ എന്നാൽ ഭയപ്പെടുത്തുന്ന ഒരു സങ്കേതം മഹാഭാരതത്തിലുണ്ട്. സരസ്വതി നദി, ഈ ഭൂമിയിലെ മനുഷ്യർ ആ നദിയോട് ചെയ്ത പാതകം കൊണ്ട്, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭാരതപ്പുഴയോട് നമ്മൾ ചെയ്യുന്നത്, പെരിയാറിനോട് നമ്മൾ ചെയ്യുന്നത്, ഗംഗയോട് നമ്മൾ ചെയ്യുന്നത്, മനുഷ്യന്റെ ആവശ്യമില്ലാത്തതും ഫാക്ടറി മാലിന്യങ്ങളും നഗരമാലിന്യങ്ങളും കൊണ്ട് നിക്ഷേപിക്കുന്നതിനുള്ള ഒരിടമായി നാം നമ്മുടെ നാഗരികത, നമ്മുടെ ആധുനികത എന്ന് പ്രകൃതിയെ മലിനമാക്കാൻ തുടങ്ങിയോ? ആ സരസ്വതി നദി അത് അന്നും ഉണ്ടായിരുന്നു. മനുഷ്യൻ എന്നെ മലിനമാക്കാൻ തുടങ്ങിയപ്പോൾ
ഞാൻ ഈ ഭൂമിയോട് വഴക്കിട്ട് ഭൂമിയിൽ നിന്നും എൻ്റെ ജലസ്രോതസ്സുകളെ ഒക്കെ തിരിച്ചു വലിച്ച് ഭൂമിക്ക് അടിയിലേക്ക് പോയത്രേ. ഇത് സരസ്വതി പരാതി പറയുന്നതാണ്. ഇതുപോലെ എത്രയെത്ര നദികൾ ആധുനിക തലമുറയോട് പരാതി പറയുന്നുണ്ടാവാം. ഇനിയുള്ള ഒരു തലമുറയ്ക്ക് ഇവിടെ വസിക്കാൻ സാധിക്കുമോ എന്നാകുലപ്പെടുന്ന നമ്മളുടെ മുന്നിൽ ഒന്ന് പോയി ചോദിച്ചാൽ ഭാരതപ്പുഴയ്ക്ക് പറയാനുണ്ടാകും, ഞാൻ എന്തുകൊണ്ടാണ് വറ്റി വരേണ്ടത്, ഞാൻ എന്തുകൊണ്ടാണ് തിരിച്ചു പോകാൻ തീരുമാനിച്ചത്, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ മടുത്തിട്ട് നിങ്ങളുടെ എനിക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ സഹിക്കാതെ ഞാൻ തിരിച്ചുപോയി. സരസ്വതി അന്തർവാഹിനിയായി ഒഴുകുന്നു എന്നൊരു സങ്കല്പമില്ലേ? സരസ്വതി തിരിച്ചുപോയി എന്ന് മഹാഭാരതത്തിലൊരു പ്രതീകമുണ്ട്. അതിക്രാന്ത സുഖാകാല പര്യുപസ്ഥിത ദാരുണ ശ്വ ശ്വ പാപിഷ്ട ദിവസ പൃഥിവീ ഗതയൗവന. വേദവ്യാസൻ ആകുലതയോടെ മഹാഭാരതത്തിൽ പറയുന്നതാണ്, ഭൂമിയുടെ സുഖകാലം പോയിക്കൊണ്ടിരിക്കുന്നു, ദുരന്തകാലമാണ് വരാനിരിക്കുന്നത്. അമ്മ ഭൂമി, പൃഥിവി ഗതയൗവന, യൗവനം തീർന്നു ഭൂമിയുടെ. യൗവനം വിട്ട് ഭൂമി ഇതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഭൂമിയിൽ മനുഷ്യൻ വേനന്റെ ഭരണാധിപത്യത്തിനു കീഴിൽ മനുഷ്യൻ ഭൂമിയോട് ചെയ്ത പ്രവൃത്തികളിൽ മനം നൊന്ത് എല്ലാം തരുന്ന ഭൂമി തൻ്റെ എല്ലാത്തിനെയും തിരിച്ചു പിടിച്ച് ഉള്ളിലൊതുക്കിയിരുന്നു. ഇതിനിയും സംഭവിച്ചുകൂടുന്നില്ല. ഇത് എക്കാലത്തേക്കും വേണ്ടി വേദവ്യാസ ഭഗവാൻ അവതരിപ്പിച്ചു വെച്ച ഒരു സങ്കേതമാണ്. നമ്മളുടെ പരിസ്ഥിതിയോടും പ്രകൃതിയോടും അമ്മയോടും മണ്ണിനോടും പെണ്ണിനോടുമുള്ള മനുഷ്യന്റെ മനോഭാവത്തിൽ മാറ്റം വരുമ്പോൾ, പ്രകൃതിയോട് ചൂഷണം ചെയ്യാൻ മാത്രമുള്ളതാണെന്ന് കരുതുമ്പോൾ, എനിക്ക് വേണ്ടി മാത്രമാണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്ന സ്വാർത്ഥതയിലേക്ക് നാം മടങ്ങുമ്പോൾ, വായുമലിനമാക്കുമ്പോൾ, വെള്ളം മലിനമാക്കുമ്പോൾ, വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ, ഭൂമി അങ്ങനെയൊരു ഭരണാധിപത്യം കൂടി വന്നാൽ ഭൂമി എല്ലാം മടക്കി തിരിച്ചു പോകും. പക്ഷേ പൃഥു എന്ന ധർമ്മഭരണാധിപൻ കൊടുത്ത ഉറപ്പ്, ആ ധാർമ്മിക ഭരണം നടപ്പാക്കുമെന്ന ഉറപ്പിന്മേൽ ഭൂമി പറയുന്നു, എന്നിൽ നിന്നും സന്തുഷ്ടയായിക്കൊണ്ട് പറയുന്നു, ഇവിടെ നടക്കാൻ പോകുന്നത് ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്ന ലോകക്രമമാണെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്നും എല്ലാം കറന്നെടുത്തുകൊള്ളൂ. എന്തു മനോഹരമായിട്ടാണ് ഭാഗവതം അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാം കറന്നെടുത്തോളൂ. ഒരു കന്നുകുട്ടിയെയും പാത്രത്തെയും ഒരു കറവക്കാരനെയും കൊണ്ടുവന്ന് എല്ലാം കറന്നെടുത്തു. ഏഷവോസ്ത്വിഷ്ടകാമധുക്ക്, ഇഷ്ടകാമധുക്കായ പ്രകൃതിയിൽ നിന്നും എല്ലാം നിങ്ങൾ കറന്നെടുത്തോളൂ, ഞാൻ നിങ്ങൾക്കെല്ലാം തരാം, പക്ഷേ എനിക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവസരം തരണം. ഇത് ഭൂമിയുടെ വാക്കാണ്, ഇത് പ്രകൃതിയുടെ വാക്കാണ്. ആ ഭാഗത്തിലൂടെ കടന്നു പോകണം. തീർച്ചയായിട്ടും ദേവന്മാർ അവരുടെ അധിപനായ ഇന്ദ്രനെ കണ്ണുകുട്ടിയായി നിശ്ചയിച്ച് സ്വർണപാത്രത്തിൽ അമൃതിനെ കറന്നെടുത്തു. അസുരന്മാർ അവർക്കാവശ്യമുള്ളത് പ്രഹ്ലാദനെ കന്നുകുട്ടിയാക്കിയിട്ട് മദ്യം കറന്നെടുത്തു. ഗന്ധർവന്മാരും അപ്സരസ്സുകളും വിശ്വവസുവിനെ കന്നുകുട്ടിയാക്കിയിട്ട് താമരപ്പൂവിൽ താമരപാത്രത്തിൽ അവർക്കാവശ്യമുള്ള വാക്കിനെയും സൗന്ദര്യത്തെയും ദേവന്മാർ അപ്സരസ്സുകൾ കറന്നെടുത്തു. പിതൃക്കൾ അവരുടെ അധിപനായ അര്യമാവിനെ വത്സനാക്കിയിട്ട് കവ്യരൂപമാകുന്ന ക്ഷീരത്തെ കറന്നെടുത്തു. സിദ്ധന്മാരും വിദ്യാധരന്മാരും അവരുടെ അധിപനായ കപിലനെ കന്നുകുട്ടിയാക്കിയിട്ട് അണിമാതി സിദ്ധികളെ കറന്നെടുത്തു. മയനെ അധിപതിയാക്കിയിട്ട് അസുരന്മാർ അന്തർധാന വിദ്യയെ കറന്നെടുത്തു. രക്ഷസുകൾ, ഗന്ധർവന്മാർ, പിശാചുകൾ ഇവരെല്ലാം രുദ്രനെ കന്നുകുട്ടിയാക്കിയിട്ട് രക്തത്തെ കറന്നെടുത്തു. പാമ്പുകൾ, തേളുകൾ ഇവയൊക്കെ വിഷം കൊണ്ട് ജീവിക്കുന്നവരാണ്. അവർ പ്രകൃതിയിൽ നിന്നും വിഷത്തെ കറന്നെടുത്തു. ഗോക്കൾ, അശ്വങ്ങൾ, നാൽക്കാലികൾ തുടങ്ങിയവ നന്ദികേശ്വരനെ വത്സമാക്കിയിട്ട് കാടാകുന്ന പാത്രത്തിൽ നിന്നും പുല്ലാകുന്ന ക്ഷീരത്തെ കറന്നെടുത്തു. എന്തായാലും
പ്രകൃതിയുടെ ഒരു ചെറിയ ചിത്രണമാണ് നമ്മുടെ മുന്നിൽ. ഈ പ്രകൃതി ആവശ്യമുള്ളവർക്കെല്ലാം ആവശ്യമുള്ളതെന്തും നൽകുന്ന, സർവം എല്ലാം ദാനം ചെയ്യുന്ന പ്രകൃതി മാതാവിൽ നിന്നും വൃക്ഷങ്ങൾ പുഷ്പങ്ങളെ കറന്നെടുത്തു. അങ്ങനെ 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 പ്രപഞ്ചത്തിൻ്റെ എല്ലാ വസ്തുക്കളെയും പുരുഷാർത്ഥങ്ങളെ സാധിക്കുന്നത് പോലെ കറന്നെടുക്കുന്ന പാത്രത്തിൻ്റെ ഭേദങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ ചോദിച്ചതെല്ലാം പ്രകൃതി അവർക്ക് കൊടുത്തു. ഇവിടെയാണ് ഭരണക്രമത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത്. ധർമ്മഭരണമുണ്ടെങ്കിൽ, മനുഷ്യർ ധാർമ്മികമായി ജീവിച്ചാൽ ഈ പ്രപഞ്ചവും നമുക്ക് അതിൻ്റെ ധർമ്മ സാധ്യതകളെല്ലാം മുന്നിൽ തരുമെന്നതിന് തെളിവാണ്. പിന്നീടുള്ള പൃഥുചരിതം, പൃഥുവിൻ്റെ ദിഗ്വിജയം, പൃഥുവിൻ്റെ ധർമാചരണത്തിനു വേണ്ടിയിട്ട് പൃഥു മഹാരാജാവ് തരുന്ന ഉപദേശങ്ങൾ എന്നിവയോടുകൂടിയിട്ടാണ് പൃഥുചരിതം സമാപിക്കുന്നത്. ഓരോ പ്രജയോടും എങ്ങനെ ധർമ്മം ആചരിക്കണമെന്ന്, എങ്ങനെ ധർമാചരണത്തിൽ മുന്നോട്ട് പോകണമെന്ന് ഒരു മഹാരാജാവ് ഉപദേശിക്കുന്ന രീതിയിൽ പൃഥു ഓരോ പ്രജയോടും ഉപദേശിക്കുന്നുണ്ട്. എല്ലാ ഭൂതങ്ങളിലും സമദൃഷ്ടിയോടുകൂടിയിട്ട് സൂര്യൻ എല്ലാ ജലത്തെ മുഴുവനും ആകർഷിക്കുന്നത് 100ആയിട്ട് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ കരം പിരിക്കുന്നത് എങ്ങനെയാണ്, ഗ്രാമങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ജനപദങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അവിടെ നേതാവ് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, ഇങ്ങനെ ഭൂമിയെ കൃത്യമായി, ഒരുപക്ഷെ നമ്മൾ ഭാരതത്തിൻ്റെ ജനപദങ്ങളുടെയും ഗ്രാമങ്ങളുടെയും വിഭജനം എങ്ങനെ ഉണ്ടായി എന്ന് ചരിത്രം പഠിക്കുന്നവർക്ക്, അർത്ഥശാസ്ത്രം പോലെയുള്ള കൃതികളിൽ പ്രതിപാദിച്ചിട്ടുള്ളതിൻ്റെ ഏറ്റവും ആദിമ അംശമായ എങ്ങനെയാണ് ഗ്രാമങ്ങളുണ്ടായത്, അവിടെ എങ്ങനെയാണ് ഒരു നേതാവുണ്ടായത്, അങ്ങനെ വളരെ വ്യക്തതയോടുകൂടിയിട്ട് കൃത്യമായി ഇവിടെ ഒരു ഭരണമെന്ന സങ്കേതം രൂപപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് പൃഥുചരിതത്തിലൂടെ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ധർമ്മഭരണാധിപനായി പൃഥുവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. പൃഥുചരിതം അവസാനിപ്പിക്കുന്നതിനു മുൻപ്, പൃഥുചരിതം പഠിച്ചതുകൊണ്ട്, ഒരു രാജാവിൻ്റെ കഥ പഠിച്ചതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം എന്ന ആശങ്കയുണ്ടെങ്കിൽ ഇതുകൂടി പറഞ്ഞു വെച്ചോട്ടെ. ഭാഗവതം കൈകാര്യം ചെയ്യുന്ന ഭാഗവത ഉപനീതരായ നമ്മളെപ്പോലെയുള്ളവർ നാം ഒരു സമാന്തര ലോകത്തിൽ മാത്രമല്ല ജീവിക്കേണ്ടത്. ഭാഗവതം നമുക്ക് തരുന്ന ആത്മവിശ്വാസം നമ്മുടെ സമൂഹ ജീവിതത്തിലും നമ്മുടെ രാഷ്ട്ര ജീവിതത്തിലും കൃത്യമായി ഇടപെട്ടുകൊണ്ടുള്ള ഒരു വ്യവസ്ഥയിലേക്ക്, ഭക്തൻ എന്നാൽ തൻ്റെ ഭക്തിയും തൻ്റെ സ്വാർത്ഥതയും തൻ്റെ ജപവും തൻ്റെ മന്ത്ര ഉപാസനയും മാത്രമായി തൻ്റെതായ ഒരു ലോകമുണ്ടാക്കി ആ ലോകത്തിൽ മാത്രം വ്യാപരിക്കേണ്ടവനാണ് എന്ന ധാരണയ്ക്കപ്പുറത്ത് ഇത് നമ്മുടെ നാടാണ്, ഇത് ആർഷ സംസ്കൃതിയുടെ നാടാണ്, ഇത് ഋഷിമാർ തപസ്സു ചെയ്തുണ്ടാക്കിയ വ്യവസ്ഥയാണ് ഈ നാട്ടിലുള്ളത്. ഇവിടെ ധർമ്മം നടപ്പാകണമെങ്കിൽ അത് ഏത് തൊഴിലിലിരിക്കുന്നവരും, ഞാൻ അധ്യാപകനായിക്കോട്ടെ, ഞാൻ ഡോക്ടറായിക്കോട്ടെ, ഞാൻ ഇന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവനായിക്കോട്ടെ, എനിക്ക് എൻ്റെ ധർമ്മം, എൻ്റെ ഭഗവാൻ എനിക്ക് നിർദ്ദേശിച്ച സത്യം, ഭഗവത് ആചരണം, ഭാഗവത ധർമാചരണം കൃത്യമാകണമെങ്കിൽ വ്യക്തി ജീവിതത്തിൽ സത്യവും ധർമ്മവും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇവിടെ ഭാഗവത ധർമ്മം നടപ്പാകൂ. വ്യക്തിയുടെ ആചരണത്തിലൂടെയാണ് ധർമ്മം മുന്നോട്ട് പോകുന്നത്. നാം ഭാഗവത യുഗം ഉണ്ടാകണം, ധർമ്മയുഗം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മിൽ നിന്നും ഉണ്ടാകേണ്ട ഏറ്റവും ലളിതമായ പ്രവൃത്തി നാം ഭാഗവതമനുഷ്ഠിക്കുന്ന ധർമാചരണത്തിനനുസരിച്ച് സ്വജീവിതത്തെ രൂപപ്പെടുത്തുക. ഈ രാഷ്ട്രം നേരിടുന്ന ഗൗരവമായ പ്രശ്നങ്ങളിൽ നമ്മുടെ ഭാഗം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉത്തമമായ പൗരബോധമുള്ളവരായി, ജാഗ്രതയുള്ള പൗരബോധമുള്ളവരായി നിലനിൽക്കുക എന്നതാണ് നാം ഭക്തനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഇത് സമൂഹത്തോട് ഒരു ഭക്തന് നിർവഹിക്കാനുള്ള ഗൗരവമായ ഉത്തരവാദിത്തമാണ്.
ഈ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇത്തരം മഹാരാജാക്കന്മാരുടെ ചരിത്രം പഠിക്കുന്നത്, ഇത്തരം മഹാസംസ്കാരങ്ങളുടെ ചരിത്രം പഠിക്കുന്നത് അത് നമ്മിലുള്ള ആത്മവീര്യത്തെ കൂടി ഉയർത്താനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാഗവത മനനത്തിൻ്റെ സമ്പന്നമായ ഈ 2ാം ദിവസം ഭാരതത്തിൻ്റെ സനാതനമായ ധർമ്മരാഷ്ട്ര സങ്കല്പം നമ്മെ കൂടുതൽ അഭിമാനമുള്ളവരായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. നമസ്കാരം.